പ്രവാസി ക്ഷേമ പെൻഷൻ ഉടൻ അനുവദിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ പ്രവാസി സംഘടനകൾ 3 മാസത്തെ പെൻഷനാണ് UDF സർക്കാർ കുടിശ്ശികയാക്കിയിരിക്കുന്നത്. പ്രവാസി ക്ഷേമകാര്യ വകുപ്പിലെ അധികാരം വടംവലിയാണ് പ്രതിസന്ധിക്ക് പിന്നിലെന്നാണ് വിമർശനം. കഴിഞ്ഞ സർക്കാരിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ജനക്ഷേമ പദ്ധതികളെല്ലാം മുടക്കമില്ലാതെ തുടരുമെന്നാണ് VD സതീശൻ അധികാരത്തിലേറിയപ്പോൾ പറഞ്ഞത്. എന്നാൽ പറഞ്ഞ വാക്കിന്റെ ചൂട് തീരും മുൻപേ തന്നെ അതിൽ നിന്നെല്ലാം യു-ടേൺ അടിക്കുന്ന നിലപാടാണ് VD സതീശൻ സ്വീകരിക്കുന്നത്. അതേ നിലപാട് തന്നെയാണ് പ്രവാസി ക്ഷേമ പെൻഷന്റെ കാര്യത്തിലും സ്വീകരിച്ചിരിക്കുന്നത്. 3 മാസമായി പ്രവാസി ക്ഷേമ പെൻഷൻ സർക്കാർ നൽകിയിട്ടില്ല. മാസം 35 കോടി വീതം ആകെ 105 കോടി രൂപയാണ് കുടിശ്ശിക. 3000 രൂപ മുതൽ 7000 രൂപ വരെയാണ് പെൻഷൻ. ഇതോടെ പ്രവാസികളുടെ വിവിധ ക്ഷേമ പദ്ധതികളും പ്രതിസന്ധിയിലായി. പ്രവാസി ക്ഷേമ വകുപ്പിലെ അധികാര തർക്കങ്ങളാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നിയമിച്ച ബോർഡ് അധികാരം ഒഴിഞ്ഞ് ഇറങ്ങുന്ന മെയ് 5-ാം തീയതിയാണ് ലാസ്റ്റ് പെൻഷന് വേണ്ടി ഫയൽ നീങ്ങിയത്. അപ്പോൾ ഏപ്രിൽ മാസത്തെ പെൻഷൻ പോയിട്ടുണ്ട്. അതൊരു സാമൂഹിക യാഥാർത്ഥ്യമുണ്ട്. പ്രവാസി ജീവിതം കഴിഞ്ഞ് മടങ്ങി വരുന്ന പ്രവാസികൾ അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ പോലും നിവർത്തിയില്ലാത്ത ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്. അവർക്കുള്ള പെൻഷനാണ് ഇപ്പോൾ മെയ് മാസത്തെയും ജൂണിലെയും ഇപ്പോൾ ജൂലൈ ആയിട്ട് അത് മുടങ്ങിക്കിടക്കുന്നത്. നോർക്ക വെൽഫെയർ ഓഫീസിലെ ഫിനാൻസ് മാനേജറോ CEO അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മാനേജറോ ആരുമില്ല. ഒരു സംഗതി അവിടെ നടക്കുന്നില്ല. അധികാര തർക്കമാണെന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ പറയുന്നത്. പ്രവാസി ക്ഷേമ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് പ്രവാസി സംഘത്തിന്റെ ആവശ്യം. അല്ലാത്തപക്ഷം സർക്കാർ നയത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് സംഘടനാ തീരുമാനം. ഒരു നീതിബോധമുള്ള ഭരണാധികാരിയും ചെയ്യാത്ത കാര്യങ്ങളല്ലോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ബാങ്കുകളിൽ, ധനകാര്യ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങളിൽ 10,000-കണക്കിന് കോടി രൂപയാണ് പ്രവാസി നിക്ഷേപമുള്ളത്. ഈ നാടിനെ നാടാക്കി മാറ്റിയ പ്രവാസികളെ അവഗണിച്ചുകൊണ്ട് അവർക്ക് അതിൽ നിവർത്തിയില്ലാത്തവർക്ക് കിട്ടുന്ന പെൻഷൻ തന്നെ മുടക്കുന്ന ഒരു സർക്കാർ സമീപനം, ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. ഇവരെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി അതിശക്തമായ സമരവുമായി കേരള പ്രവാസി സംഘം രംഗത്തിറങ്ങുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പെൻഷൻ തുക മുടങ്ങിക്കിടക്കുന്നത് 96,000 കുടുംബങ്ങളെയാണ് ബാധിച്ചിരിക്കുന്നത്. LDF സർക്കാരിന്റെ കാലത്ത് 1 രൂപ പോലും മുടക്കമില്ലാതെയാണ് തുക ഉപയോക്താക്കളിലെത്തിച്ചത്. VD സതീശന്റെ ആദ്യ ബജറ്റിൽ പ്രവാസികൾക്കായി 1 രൂപ സർക്കാർ മാറ്റിവെച്ചിരുന്നില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.